ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടായിരുന്നു മച്ചാമാരെ. അപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും ചെയ്താൽ മതി മച്ചാമാരെ. ഒരു ഒറ്റ പൈസ പോലും പൊട്ടിക്കാതെ നമുക്ക് എന്താ പറയുക, ഷോർട്ട് ടൈമും ബിഗ് ടൈമും അടിച്ചതിന് ശേഷം എപ്പിക്കും അടിച്ചതിന് ശേഷം നമുക്ക് പ്ലെയർ എക്സ്ചേഞ്ചിന് ഒരു കാര്യം വന്നിട്ടുണ്ട് ഓൾറെഡി മച്ചാമാരെ. ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ ഉറപ്പായിട്ടും കാണിച്ചു തരാം. നമ്മൾ ഇന്ന് കിട്ടിയൊരു വീഡിയോ ആണ് പ്ലെയർ എക്സ്ചേഞ്ചിനെ പറ്റി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ട്രിക്ക് വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ മച്ചാമാരെ, നിങ്ങൾ എന്തായാലും ഇപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നതിൻ്റെ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മച്ചാമാരെ, ഞാൻ ഓൾറെഡി തമ്മിലേയും പറഞ്ഞ പോലെ തന്നെ ഒരു ഒറ്റ കോയിൻ പോലും നമുക്ക് കൊനാമിക്ക് കൊടുക്കാണ്ട് കൊനാമിനെ പറ്റിച്ചുകൊണ്ട് നമുക്ക് ഓൾറെഡി ഷോർട്ട് ടൈം കാര്യങ്ങളും കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരൊറ്റ അക്കൗണ്ട് തന്നെ മച്ചാമാരെ എൻ്റെ ഈ ഒരു ഫോണിൽ 3-4 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ അക്കൗണ്ടിലും കോയിൻ സേവ് ചെയ്തിട്ട്, അതായത് ഒരു മെയിൻ അക്കൗണ്ടിൽ അത്യാവശ്യം കോയിൻ സേവ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ മറ്റൊരു അക്കൗണ്ടിൽ നമ്മൾ എന്താ പറയുക, ഷോർട്ട് ടൈം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഒരേ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കോയിൻ നഷ്ടം പോലും വരില്ല. കാരണം ഞാൻ ചെയ്യുന്ന പോലെയാണ്, ഞാൻ ഒരൊറ്റ പൈസ പോലും നമ്മുടെ ഈ ഫുട്ബോളിന് വേണ്ടിയിട്ട് മുടക്കിയിട്ട് പോലില്ല. ഫ്രീ ടു പ്ലേ മാത്രമാണ്. കളിക്കും, കോയിൻ സേവ് ചെയ്യും. എന്ന് വെച്ചാൽ അധികം കോയിൻ പോലും നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി ഏതൊരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ വെറും 3-4 മാസം കൊണ്ടാണ് നമ്മൾ 100, 200, 300, 400 ആ ഒരു കോയിൻ്റെ അപ്പുറം ഞാൻ ഒരു പാക്കിന് കൊടുത്തിട്ടില്ല. നമ്മുടെ ഈ ആകെ ഞാൻ എടുത്തത് മാനേജർ പാക്കും പിന്നെ നമ്മുടെ 1500 വന്ന ഒറ്റ പാക്ക് ഞാൻ എടുത്തത്. ബാക്കിയെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് തന്നെ കിട്ടിയതാണ്. അപ്പം നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ നോക്കി തന്നെ കാണാൻ വെച്ചാൽ നമ്മുടെ മുന്നത്തെ ഓരോ വീഡിയോയ്ക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് തന്നെ കുറേ പേർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വെച്ചാൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കുക. കൊനാമി ഓൾറെഡി നമ്മളെ പറ്റിക്കുകയാണ്, നമുക്ക് അവരെയും പറ്റിക്കുന്ന തരത്തിൽ നമുക്കും ചെയ്യാം. അപ്പോൾ എന്താ പറയുക, നിങ്ങളൊന്നും ഓർക്കണ്ട, ഉറപ്പായിട്ടും നമ്മളൊരിക്കലും വേറെ രീതിയിലോ ഫയൽ ട്രാൻസ്ഫർ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം ഞാനൊരു 7-8 മാസമായി. നിങ്ങൾക്ക് വലിയ റിസ്ക് ഒന്നുമില്ല, പ്ലേ സ്റ്റോറിൽ ഉള്ളതാണ്. ഇനി ആപ്പ് സ്റ്റോറിൽ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ ഉറപ്പായിട്ട് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങൾ അതിൻ്റെ ഒരു പാർട്ട് 2 ഇറക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓൾറെഡി കുറച്ച് പേര് പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സെറ്റ് ചെയ്യാൻ. അപ്പോൾ മച്ചാൻ ഇന്നലെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈ നമുക്ക് എന്തായാലും ഇതിൽ വാൻഡിജിക്കിന് അടിച്ചാണ്. കാരണം ഇന്ന് വന്നിരിക്കുന്ന പാക്ക് മച്ചാൻ വരെ നല്ലൊരു CBU നല്ലൊരു ബെല്ലിംഗ് ആണ്. എനിക്കൊന്നും 107 റേറ്റഡ് ആയിട്ടുള്ള, എനിക്കൊന്നും വേറെ കാർഡുകളൊന്നും ഇതുവരെ കയറിയിട്ട് തന്നെ ഇല്ല. ബെല്ലിംഗ് ആണെങ്കിൽ 107 വരെ കയറും. അത് ഡബിൾ ബൂസ്റ്ററൊക്കെ നമ്മുടെ ബെക്കംബറിനൊക്കെ നൈസായിട്ട് കയറും. അത് ഓൾറെഡി നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ കിട്ടിയതാണ് മച്ചാൻ. അപ്പോൾ ആ പയ്യനെ അയച്ചു തന്നപ്പോഴാണ് ഞാൻ ഓൾറെഡി അവന് കിട്ടിയതായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞാൽ. മച്ചാൻ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയൊരു കമൻസാണ് നിങ്ങളിവിടെ കാണാനുള്ളത്. ഇതിലൊരു ഇതുമില്ല, പ്രോബിലിറ്റി കൂട്ടി നമ്മൾ അടിക്കുന്ന ഒരു ട്രിക്കാണ് മച്ചാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ട്രിക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പ്ലെയർ എക്സ്ചേഞ്ച് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ മച്ചാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാൻഡിജിക്കിനെ എടുത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. നിങ്ങളൊരു 4 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം ഇതേപോലെ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്കോട്ട് വരുന്നു, വാൻഡീൻ എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഒരു 2-3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം മച്ചാൻ ഇതേപോലെ മെല്ലെ ചെയ്യുക കേട്ടോ ഗൈസ്. മെല്ലെ ചെയ്താൽ മതി. ബെല്ലിംഗ് എടുക്കുന്നു. 107 വരെ സാധനം കയറുന്ന AMF ആണ് നമ്മുടെ ബെല്ലിംഗം. അതേപോലെ മച്ചാമാരെ ഓൾറെഡി നമ്മൾ 2 സെക്കൻഡ് ഇടവിട്ട് ചെയ്യുക കേട്ടോ മച്ചാമാരെ. ആരും പെട്ടെന്ന് കയറി ചെയ്യരുത്. ഡിജോങ്ങിന് എടുക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നൊരു ഇതാണ്. കാരണം ഓൾറെഡി നമുക്കൊരു ഫ്രീ ട്രൈ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നഷ്ടമില്ല. ഞാൻ പറഞ്ഞല്ലോ, കോയിൻ ഇല്ലാണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഒരു നഷ്ടവും സംഭവിക്കില്ല ഗൈസ്. അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം വാൻഡിജിക്കിന് ഇതേപോലെ നിങ്ങൾ സ്റ്റാറ്റസും കാര്യങ്ങളും എടുക്കുക. പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ഗൈസ്, കാരണം നമ്മൾ ഒരിക്കലും ഫയൽ ട്രാൻസ്ഫർ വഴി ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ ആപ്പ് ക്ലോൺ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം ഡബിളായി ഡ്യുവലായിട്ട് ചെയ്യുന്ന പോലെ, ഇപ്പോൾ വാട്സപ്പൊക്കെ ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അക്കൗണ്ട് നിലവിലൊന്നും പോകില്ല. കാരണം ഞാൻ ഓൾറെഡി എൻ്റെ ഒരു 7 മാസമായി ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കോയിൻ സേവ് ചെയ്ത് കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം നൊസ്റ്റാൾജിയ പാക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. നമുക്ക് ബുദ്ധിപരമായി കൊനാമിനെ പറ്റിക്കാം. അപ്പോൾ മച്ചാമാരെ അതിന് ശേഷം ബെല്ലിംഗത്തിന് ഇതേപോലെ എടുക്കുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മച്ചാമാരെ. കാരണം നമുക്ക് അങ്ങനെയും കൂടെ ചെയ്യാം. കാരണം എന്തായാലും നമ്മൾ കോയിൻ സേവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്യുന്ന മച്ചാൽ ഇതേപോലെ ചെയ്തൊക്കെ 107 കോയിൻ മാത്രമേ നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബറിൻ്റെ ബ്രോയിൻ്റെ അക്കൗണ്ടിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ മച്ചാൽ ഓൾറെഡി സെക്കൻഡ് അക്കൗണ്ടാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. റൊട്ടേറ്റ് ചെയ്യുന്ന അത്യാവശ്യം നേരം റൊട്ടേറ്റ് ചെയ്ത് ഒരു 11 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യട്ടോ മച്ചാൽ. ഓൾറെഡി 33 ഏജിലുള്ള നമ്മുടെ വാൻഡിയാണ് ഗൈസ്. ഓൾറെഡി ഇപ്പോൾ പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ബിഗ് ടൈം CB കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും കിട്ടട്ടെ മച്ചാൽ. എല്ലാവർക്കും കിട്ടട്ടെ മച്ചാൽ. ഓക്കെ. അപ്പം എനിക്ക് നമ്മുടെ ഡെന്നിസ് ലോനെയും നമ്മുടെ സുവാരസിനെയൊക്കെ കിട്ടിയ പോലെ എനിക്ക് ആകെ 100-200 മാത്രമേ ഞാനൊരു അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് തന്നെ ഉള്ളൂ. വലിയ കോയിൻ സേവിങ് ഒന്നുമില്ല. റൊട്ടേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഒരു 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു, 6 റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ബാക്ക് ഇറങ്ങാണ് ഗൈസ്. അപ്പോൾ ആദ്യം ക്യാൻസൽ ചെയ്തു, സെക്കൻഡ് ക്യാൻസൽ ചെയ്തു, 3 ക്യാൻസൽ ചെയ്തു, 4ാമത്തെ ട്രൈ നമ്മൾ ഫ്രീ ട്രൈ കൊടുക്കാൻ പോവാണ് മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി മച്ചാമാരെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഷോർട്ട് ടൈം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഓൾറെഡി നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ഓൾറെഡി മച്ചാമാരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. കാരണം കോയിൻ നിങ്ങൾ എന്താ പറയുക, മെയിൻ അക്കൗണ്ടിൽ സേവ് ചെയ്തോ, നിങ്ങൾ സെക്കൻഡ് അക്കൗണ്ട് 3rd അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക മച്ചാമാരെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പയ്യൻസ്, ഏകദേശം 1.5 കൊല്ലമായി നമ്മുടെ ഈ ഫുട്ബോളിൽ. അവന് ഏകദേശം അവൻ്റെ ഫോണ് നമ്മുടെ പ്രൊമോഷൻ അല്ലാട്ടോ, അവൻ്റെ ഫോണ് നമ്മുടെ
നമ്മുടെ S23 എങ്ങാണ്ടാണ്. അപ്പോൾ അവൻ ഏകദേശം 8 അക്കൗണ്ട് 9 അക്കൗണ്ടൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മച്ചാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ, പർച്ചേസ് ചെയ്യുന്ന എന്തോ പ്രശ്നമുണ്ട്, അത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇത്ര അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മച്ചാൻ. ഇപ്പം നമുക്ക് ഓൾറെഡി ഈ ഒരു അക്കൗണ്ടിൽ വാൻഡിനെ കിട്ടിയേക്കുന്നതാണ് മച്ചാൻ. അപ്പോൾ ഓൾറെഡി ഗൈസ് ഞാൻ പറഞ്ഞ പ്ലെയർ എക്സ്ചേഞ്ചിനെ പറ്റി പറയാം മച്ചാൻ. ഓൾറെഡി നമ്മളെന്താ പറയുക, ഇന്ന് രാവിലെ നോക്കിയപ്പം ഈ ഒരു വീഡിയോക്ക് അത്ര വലിയ ക്ലിയർ ഇല്ല, നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് കിട്ടിയതാണ്. ഓൾറെഡി മച്ചാൻ വേറെ ഏതോ ഭാഷയിലാണ് വന്നിരിക്കുന്നത്, എഡിറ്റഡ് അല്ല സംഭവം. കാരണം ഇത് അപ്ഡേറ്റിന് വരുമെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയൊരു ന്യൂസ്. അപ്പോൾ എന്തായാലും മച്ചാൻ ഇതുപോലെ വരട്ടെ. കാരണം ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഇത് കണ്ടോ, റൊമീനെ നമ്മുടെ മെസ്സിനെ അയക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾ രണ്ടും ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഡ്യുവൽ അക്കൗണ്ട് ആക്കിയിട്ട് ഞാനിപ്പം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ സെക്കൻഡ് അക്കൗണ്ട് റൂമിൽ കിടക്കുന്നത്, ആ റൂമിനെ ഇങ്ങോട്ട് ഇട്ടിട്ട് നമ്മുടെ കയ്യിലുള്ള ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് 2 മെസ്സിയൊക്കെ ഉണ്ടാവും, ഒരു മെസ്സിനെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ മച്ചാന്മാരെ ഇത്രയും ഞാൻ ചെയ്താലോ. അപ്പോൾ നിങ്ങൾ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത് ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മച്ചാന്മാരെ. അപ്പോൾ ഇന്ന് തൊട്ട് മച്ചാന്മാരെ നമ്മൾ ചിലപ്പോൾ ലൈവ് രാത്രി 8 മണിക്ക് വരുമ്പോൾ ഫേസ് ലൈവ് ആയിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ലൈവിൽ കാണുന്നതായിരിക്കും, വീഡിയോയിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.